ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഞായറാഴ്ചകളൊക്കെ എന്ത് പെട്ടെന്നാവുന്നതെന്നറിയോ? കണ്ണടച്ച് തുടങ്ങുന്നതിന് മുന്നേ ഒരാഴ്ച കഴിഞ്ഞു പോവുക. ഇപ്പം ഈ ഒരു പരിപാടി ചെയ്യുന്നത് മീൻസ് ഈ ഒരു സെഗ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഫംഗ്ഷനും പോകാൻ പറ്റണില്ല. ഒന്നുകിൽ ശനിയാഴ്ച രാത്രി ആയിരിക്കും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച പകൽ മുഴുവൻ ഉറക്കമായിരിക്കും. എനിവേ അത് പോട്ടെ. കഴിഞ്ഞ ആഴ്ചനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫോണുകൾ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനും ഇത്രയ്ക്കധികം ഫോണെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അതിലെടുത്ത് പറയേണ്ട ഫോൺ എന്ന് പറഞ്ഞാൽ CMF ഫോൺ 1 തന്നെയാണ്. കാരണം അതിൻ്റെ പ്രൈസിങ്ങും അതിൻ്റെ സ്പെക്കും ഡിസൈനും എല്ലാം കൂടി ഉണ്ടല്ലോ. ഇങ്ങനെ വേണം ഫോൺ ഇറക്കാനായിട്ട് എന്ന് പറയുന്ന രീതിക്കാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്തായാലും ബാക്കി അത് ഉപയോഗിച്ചിട്ടേ പറയാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും ആ ഒരു ഫോൺ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കി കാർഡ് ഓഫർ അതേപോലെ പ്രൊമോഷൻ ഓഫർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 14,000 രൂപയ്ക്കാണ് എനിക്ക് ആ ഒരു ഫോൺ കിട്ടിയത്. ഇന്ന് ഏകദേശം 3 മണിയാകുമ്പോൾ വീട്ടിലത് ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയച്ചോ. ആ ഒരു സെഗ്മെൻറ്റ് കൂടി ഞാൻ ആഡ് ചെയ്യാനായിട്ട് നോക്കാം. അതുകൂടാതെ ആ ഒരു ഇവൻറ്റിൽ CMFൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ഒരു വാച്ച് കൂടി CMF വാച്ച് Pro 2 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കൂടി വന്നിട്ടുണ്ട്. കാണാനൊക്കെ നല്ല രസമായിട്ടുണ്ട്. നല്ല ലുക്കുള്ള വാച്ചാണ്. അതും എനിക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു അകമഴിഞ്ഞ് ഒരു പുഷ് ഉണ്ടെങ്കിൽ, ഒരു തള്ളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അത് നിങ്ങൾ അറിയിച്ചാൽ മതി. ആ ഒരു വാച്ചിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതും പർച്ചേസ് ചെയ്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ആ ഒരു വാച്ചിൻ്റെ പ്രൈസ് വരുന്നത് 4,999 രൂപയാണ്. അതുകൂടാതെ ബഡ്സ് Pro 2 എന്ന് പറയുന്ന ഒരു TWSഉം വന്നിട്ടുണ്ട്. അതിൻ്റെയും പ്രൈസ് വരുന്നത് ഏകദേശം 4,500-4,000 ആ ഒരു സെഗ്മെൻറ്റിലാണ്. അതിൽ ആ ഒരു ബഡ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലോ, ആ ബഡ്സ് ചെവിട്ടിൽ വെച്ചാലും ആ കേസിൽ ഒരു റൊട്ടേറ്റിംഗ് ഡയൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട് കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ആ ഒരു കേസിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ഒരു ഡിസൈനൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഇതിനു മുന്നേ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്തായാലും അങ്ങനെ 3 പ്രൊഡക്റ്റുകൾ CMFൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അടുത്തത് എടുത്ത് പറയേണ്ടത് ഓഫ് കോഴ്സ് നമ്മുടെ ഗാലക്സി സീരീസ് ഫോൾഡ് ഫ്ലിപ്പ് സീരീസുകളാണ്. ഞാൻ ഫോണുകളിലോട്ട് കൂടുതൽ പോകുന്നില്ല. എന്തായാലും പ്രൈസ് പറയാം എല്ലാത്തിൻ്റെയും. ഫോൾഡ് ഫോണിന് 1,65,000 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ലക്ഷത്തിന് മുകളിൽ വരെ പോകുന്നുണ്ട് ടോപ്പ് വേരിയൻറ്റിന്. അതേപോലെ ഫ്ലിപ്പ് ഫോണിന് 1,10,000 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വേരിയൻറ്റ് 512 GB 1,20,000 രൂപ വരുന്നുണ്ട്. പിന്നെ വാച്ച് അൾട്ര 60,000 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ECG മോണിറ്റർ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ നോർമൽ വാച്ച് 7 അതിന് 30,000 രൂപ. ബഡ്സിൻ്റെ കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ബഡ്സ് 3 Pro എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അതിന് 20,000 രൂപ. ബഡ്സ് 3 എന്ന് പറയുന്നതിന് 15,000 രൂപ. ഇത് കൂടാതെ ഗാലക്സി റിങ്ങും കൂടിയും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇന്ത്യയിലെ അവൈലബിലിറ്റിയോ പ്രൈസോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും മെൻഷൻ ചെയ്തതായിട്ട് കണ്ടില്ല. എന്തായാലും ഇത്തരം പ്രൊഡക്റ്റുകളാണ് ആ ഒരു ഈവൻറ്റിൽ സാംസങ് പുറത്തിറക്കിയിട്ടുള്ളത്. എല്ലാതും ഈ മാസം 24-ാം തീയതി മുതൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രീ ബുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സാംസങ്ങിൻ്റെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള എല്ലാ ഒഫീഷ്യൽ ഓൺലൈൻ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാലും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കും. അതേപോലെ ഷവോമിയുടെ സൈഡിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്ത സ്മാർട്ട് ഫോണാണ് ഷവോമി റെഡ്മി 13 5G എന്ന് പറയുന്നത്. 13,999 രൂപയ്ക്കാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഫോണും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും റിവ്യൂ വരുന്ന വീക്കിൽ ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതും ഒരു കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാം. ആ ഒരു കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോണും ഷവോമി 13 5G എന്ന് പറയുന്ന ഫോണും കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള ഓപ്പോ റെനോ 12 Pro എന്ന് പറയുന്ന ഫോണും കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 37,000 രൂപയാണ് കേട്ടോ ആ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. എന്താ പറയുക, ഒരു ബന്ധമില്ല എന്ന് പറയില്ലേ. ഏകദേശം ഒരു 20,000 രൂപ 25,000 രൂപയ്ക്കൊക്കെ വരേണ്ട ഒരു ഫോണാണ് 37,000 രൂപ കൊണ്ടുപോയിട്ട് പ്രൈസ് അവർ വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു പ്രൈസിനെ ജസ്റ്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരവും കാണുന്നില്ല. കാരണം 20,000 രൂപയുടെ ഫോൺ, ഒരു 5,000 രൂപയുടെ AI ഫീച്ചേഴ്സ്, അത്രയേ ഉള്ളൂ. അതിനുള്ളത് ആ ഒരു ഫോൺ ഉള്ളൂ. എന്തായാലും സ്പെക്കും നോക്കി കഴിഞ്ഞാലും വലിയ ആനത്തലമൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല കേട്ടോ. പിന്നെ റെനോ സീരീസിന് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ട്. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിക്കായിരിക്കാം ഒരുപക്ഷെ വന്നിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി റെനോ 12 എന്ന് പറയുന്ന ഫോൺ 12 Pro എന്ന് പറയുന്ന ഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പ്രത്യേകിച്ച് അതിൻ്റെ പ്രൈസിങ്ങും കൂടി. എന്തായാലും ആ ഒരു ഫോണും കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. മോട്ടറോളയുടെ സൈഡിൽ നിന്ന് മോട്ടറോള G85 എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 16,999 രൂപയ്ക്കാണ് അതിൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മാസം 17-ാം തീയതി മുതലാണ് ഫ്ലിപ്കാർട്ട് വഴി നമുക്ക് ആ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക. ഇനി
ടെക്നോയുടെ സൈഡിൽ നിന്ന് ടെക്നോ സ്പാർക്ക് 20 Pro എന്ന് പറയുന്ന ഫോണും കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ആമസോൺ വഴി അതിൻ്റെ സെയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിവേ ആ ഒരു ഫോണിൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ നമ്മളുടെ iQ12 ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചായകാച്ചൽ ഇല്ലേ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഇനി ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ലാവ, അവരും കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ഒരു ഫോൺ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ലാവ ബ്ലേസ് എക്സ് എന്ന് പറയുന്ന ഫോൺ, Dimensity 6300 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാച്ചി, നല്ല പ്രീമിയം ലുക്ക് ഡിസൈനാണ് ഇതിൽ വരുന്നത്. എന്തായാലും ഇതിൻ്റെ സെയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 14,999 രൂപയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴി ഇപ്പോൾ വാങ്ങാനായിട്ട് സാധിക്കും. സാംസങ് അവരുടെ ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകൾ പുറത്തിറക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് AI ഫീച്ചേഴ്സ്, ഒരുപാട് അപ്ഡേഷൻ ഈ അവരുടെ ഗാലക്സി AI പാക്കേജിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ വന്നിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും, ആ ഒരു അപ്ഡേഷൻ നമുക്ക് കറണ്ട് ലൈനപ്പ് ആയിട്ടുള്ള എല്ലാ ഫോണുകളിലും, അതായത് ഇപ്പോൾ നിലവിൽ ഗാലക്സി AI കിട്ടുന്ന ഫോണുകളുണ്ടല്ലോ അതിലെല്ലാത്തിലോട്ടും ഈ വരുന്ന ഫീച്ചേഴ്സും, അതായത് ഇപ്പോൾ ഫോൾഡ് ഫ്ലിപ്പിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീച്ചേഴ്സും കൂടി കിട്ടുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ആപ്പിളിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 15 Pro അല്ലെങ്കിൽ Pro Max തൊട്ടിട്ടുള്ള ഫോണുകൾ, അതിന് മുകളിലുള്ള ഫോണുകളിലോട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെ ഫോണുകളൊന്നുമില്ല. ഇനി 16 ഫോണുകൾ ഇറങ്ങണം, 16 സീരീസുകൾ ഇറങ്ങണം. ഇപ്പോൾ 15 ആണെങ്കിലും 15+ ആണെങ്കിലും ഈവൻ 14 Pro Maxൽ പോലും ആപ്പിൾ AI എന്ന് പറയുന്ന ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് ആപ്പിൾ ഓൾറെഡി കൺഫേം ചെയ്ത കാര്യം തന്നെയാണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ സാംസങ് ഭയങ്കര നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഗാലക്സി AI എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് 2025 വരെ ഫ്രീ ആയിട്ടുള്ളൂ. അതിനുശേഷം പേയ്മെൻറ്റോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഇനി iPhone 16 സീരീസിൽ 16 Pro, Pro Max ഈ രണ്ട് ഫോണുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് 40 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ്ങും അതുകൂടാതെ 20 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ 16 Proയിലും Pro Maxലും സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നോർമൽ 16ലും 16+ൻ്റെയും കാര്യം എന്താണെന്നുള്ളത് ഒരിക്കലും പറഞ്ഞു കേട്ടില്ല. പിന്നെ ഈ ഒരു 16 സീരീസുകളെ കുറിച്ച് ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇത് കേട്ടപ്പോൾ ഇച്ചിരി സത്യസന്ധമായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നുള്ള ന്യൂസ് ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ ഷെയർ ചെയ്തു എന്ന് മാത്രം. OnePlus Nord 4 ഈ മാസം 16-ാം തീയതി, അതായത് വരുന്ന ചൊവ്വാഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇനി അതിൻ്റെ സ്പെക്ക് റൂമേഴ്സിലൊന്നും കാര്യമായിട്ട് പോകുന്നില്ല. എന്തായാലും 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ, വരട്ടെ. ആ ഒരു ഈവൻറ്റിൽ OnePlusൻ്റെ സൈഡിൽ നിന്ന് മറ്റ് 3 പ്രൊഡക്റ്റുകൾ കൂടി വരുന്നുണ്ട്. OnePlus Pad 2 എന്ന് പറയുന്ന ടാബ്ലറ്റ്, OnePlus Watch 2R എന്ന് പറയുന്ന വില കുറഞ്ഞ ഒരു സ്മാർട്ട് വാച്ച്, പിന്നെ Nord Buds 3 Pro എന്ന് പറയുന്ന ഒരു TWSഉം ആ ഒരു ലോഞ്ച് ഇവൻറ്റിൽ OnePlusൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. സോ ചൊവ്വാഴ്ചയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അന്ന് അറിയാം. ഇനി OnePlus ഇന്ത്യക്കാരോട് ചെയ്യാൻ പോകുന്ന മറ്റൊരു തെണ്ടിത്തരാണ്. OnePlus 12R എന്ന് പറയുന്ന ഫോണിൻ്റെ സൺസെറ്റ് ഡൂൺ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കളർ വേരിയൻറ്റ് വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാക്കിയിരിക്കുക. ഇപ്പോൾ ഓൾറെഡി 12ൻ്റെ ഒരു വൈറ്റ് വേരിയൻറ്റ് 2 മാസം മുന്നേ അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതായത് 12Rൻ്റെ സൺസെറ്റ് ഡ്യൂൺ എന്ന് പറയുന്ന മറ്റൊരു സ്പെഷ്യൽ വേരിയൻറ്റ് ഭയങ്കര മോശം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഭയങ്കര മോശമാണ്. ഒന്നുകിൽ ഈ ഒരു OnePlus 12R ഇറങ്ങുന്ന സമയത്ത് തന്നെ പറയാം ഇതിൻ്റെ കുറച്ച് സ്പെഷ്യൽ വേരിയൻറ്റ് ഞങ്ങൾ ഇന്ന മാസത്തിൽ ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇറക്കാതിരിക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ലോഞ്ച് ചെയ്യുക. ഇത് കുറച്ച് ഇപ്പോൾ ഇറക്കി, കുറച്ച് പിന്നെ ഇറക്കി. ഇപ്പോൾ ഈ ഒരു ഫോൺ എടുക്കണം അല്ലെങ്കിൽ ഈ ഒരു കളർ വേരിയൻറ്റ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഓൾറെഡി OnePlusൻ്റെ ബ്ലൂ കളർ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. ഇനി റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള ഒരു വലിയൊരു തെണ്ടിത്തരം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അതിനെ വേറൊരു വാക്കിട്ട് വിളിക്കണം ശരിക്കും. പക്ഷെ അത് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് വിളിക്കുന്നില്ല എന്ന് മാത്രം. നമുക്ക് ഓൾറെഡി കഴിഞ്ഞ മാസം റിയൽമി GT6 എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണിൻ്റെ ചൈനീസ് വേരിയൻറ്റ് ഇപ്പോൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കിട്ടിയത് സ്നാപ്ഡ്രാഗൺ 8S Gen 3യുടെ ചിപ്സെറ്റ് ആയിരുന്നു. അവിടെ സ്നാപ്ഡ്രാഗൺ 8 Gen 3യുടെ ചിപ്സെറ്റ്. ഇവിടെ 5500 mAhൻ്റെ ബാറ്ററിക്ക് 5500 mAh, അവിടെ 5800 mAhൻ്റെ ബാറ്ററി. ഇവിടെ പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം. അവിടേക്ക് പോയപ്പോൾ അത് മെറ്റലിൻ്റെ അലുമിനിയം ഫ്രെയിമും അലുമിനിയം ബാക്കും. അയ്യോ എന്തെന്നാ ഇപ്പം പറയാം. പിന്നെ സെൽഫിയുടെ കാര്യത്തിലോട്ട് ചെറിയൊരു വ്യത്യാസം വന്നിട്ട് കേട്ടോ. നമുക്കിവിടെ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ചൈനയിലേക്ക് പോയപ്പോൾ അവിടെ 16 മെഗാ പിക്സലായിട്ട് കുറച്ചിട്ടുണ്ട്.
ഡിസൈനിലും അതേപോലെ ഒരു സ്പെഷ്യൽ കളർ വേരിയൻറ്റിലൊക്കെയാണ് അവിടെ വരുന്നത്. ഡുവൽ ടോണ് സ്പെഷ്യൽ എന്താ പറയുക സ്പെഷ്യൽ ഡിസൈനിലൊക്കെ വരുന്നത്. കാണുമ്പോണ്ടല്ലോ ദേഷ്യം വരിക. നമ്മളെ ഇന്ത്യക്കാരെന്താ രണ്ടാം കുടിക്കാരാണ്. എനിക്കിതിൽ പറയാനുള്ള കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഫോണുകൾ നിങ്ങൾ മീൻസ് ഞാൻ അടക്കമുള്ളവർ റിയൽമിയുടെ ഒരു ഫോണുകളും അല്ലെങ്കിൽ വൺ പ്ലസിൻ്റെ ഒരു ഫോണുകളും എടുക്കരുത്. നമുക്ക് ഗ്ലോബലി ഇന്ത്യ അടക്കം ചൈന അടക്കം ലോകത്ത് എല്ലാ രാജ്യത്തും ഇറങ്ങുന്ന ഫോണുകൾ ഏതാണോ ആ ഒരു ഫോൺ തന്നെ നമുക്കും ഇന്ത്യക്കാർക്കും കിട്ടണമെന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡായിട്ട് കൊണ്ടുവരണം. അതല്ലാതെ ഒരു ചൈനക്കാർക്ക് വേറെ ഡിസൈൻ, നമുക്ക് ഇന്ത്യക്കാർക്ക് കുറച്ച് താഴ്ന്ന ഡിസൈൻ, ഇത് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. പിന്നെ ഇതൊക്കെ ആരോട് പറയാനല്ലേ. എന്തായാലും ഒരു റിയൽമി GT6 എന്ന് പറയുന്ന ഒരു നല്ല ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ പോലത്തെ ചീഞ്ഞ ഫോണല്ല. ഐക്യുവിൻ്റെ സൈഡിൽ നിന്ന് iQOO Neo 9s Pro Plus, iQOO Neo 9s Pro Plus, അതെ അങ്ങനെ ഒരു ഫോൺ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എനിവേ ആ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാവും. കാരണം അവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രൈസ് ഇവിടേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 34,000 33,000 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. സോ നമുക്കിത് ഇവിടെ ഒരു 29,000 32,000 അതിൻ്റെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. സ്നാപ്ഡ്രാഗൺ 8s Gen 3 തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഇവൻറ്റിൽ വേറെ 2 പ്രൊഡക്റ്റുകൾ കൂടി iQOO പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. iQOO വാച്ച് GT എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചും അതേപോലെ 1i എന്ന് പറയുന്ന TWSഉം. അത് ഇച്ചിരി ചീപ്പായിട്ടുള്ള വില കുറഞ്ഞിട്ടുള്ള ഒരു TWS ആണ് ഈ ഒരു 1i എന്ന് പറയുന്നത്. അങ്ങനെ 3 പ്രൊഡക്റ്റുകളാണ് iQOOൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. Xiaomi K70 Ultra എന്ന് പറയുന്ന ഫോൺ വരും ദിവസങ്ങളിൽ ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ടീസർ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എനിവേ ഈ ഒരു ഫോണിൻ്റെ സ്പെക്കിലോട്ട് വരുമ്പോൾ Dimensity 9300 Plus എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 24 ലക്ഷത്തോളം ANTUTU സ്കോർ കിട്ടുന്നതെന്നാണ് ഷവോമി അവകാശപ്പെടുന്നത്. എന്തായാലും ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോകുന്നില്ല. ഇനി ഇന്ത്യയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ പോക്കോടെ ഏതെങ്കിലും റീബ്രാൻഡ് ചെയ്തിട്ട് വരാനുള്ള ഒരു ചാൻസ് ആണ് വരുന്നത്. ഏതായാലും Xiaomi K70 Ultra എന്ന് പറയുന്ന ഫോൺ ഈ ആഴ്ച അല്ലെങ്കിൽ വരുന്ന ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള ഗാലക്സി റിങ് ഇന്ത്യയിൽ എന്ന് ലോഞ്ച് ചെയ്യുന്നു, അതിൻ്റെ പ്രൈസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വീഡിയോ ചെയ്യുന്നവരെ ഇതുവരെ എനിക്ക് അറിവായിട്ടില്ല. എന്തായാലും അമാസ്ഫിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള ഹീലിയോ റിങ്, അതായത് അമാസ്ഫിറ്റ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ്. അവരുടെ സൈഡിൽ നിന്നുള്ള ഹീലിയോ റിങ് എന്ന് പറയുന്ന സ്മാർട്ട് റിങ് ഈ മാസം 20-ാം തീയതി ആമസോൺ വഴി ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സോ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ഹീലിയോ റിങ് ഈ മാസം 20-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ആമസോൺ വഴി. ആമസോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 20, 21-ാം തീയതി ഈ 2 ദിവസങ്ങളിലാണ് അവരുടെ പ്രൈം ഡേ ഡിസ്കൗണ്ട് സെയിൽ നടക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവൻറ്റിൽ പ്രൈം മെമ്പർഷിപ്പോട് കൂടിയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. കുറച്ച് ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഒരു ചാൻസ് കാണും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി തപ്പിപ്പിടിച്ച ന്യൂസുകൾ എന്ന് പറയുന്നത്. ഇനി എന്താ വരുന്നത്, നമ്മുടെ CMF ഫോൺ 1, Redmi 13 5G, അതുകൂടാതെ മോട്ടോ G85 ഈ ഫോണുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് യൂസ്ഡ് റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജായിട്ടോ അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. ഗുഡ് ബൈ.